ഹലോ. ലാസ്റ്റ് വീഡിയോയിൽ കമ്പ്യൂട്ടറിന്റെ ഭാഷ ബൈനറി ലാംഗ്വേജ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ കോഫി ഉണ്ടാക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതിയത് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുമാണ്. ഈ രണ്ട് ലാംഗ്വേജും ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ നിർദ്ദേശങ്ങളെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഹൗ ഡസ് എ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് അവർ കോഡ്? ഇതൊരു ഇൻഡെപ്ത് വീഡിയോ അല്ല, മറിച്ച് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ്. ഇവിടെ ഞാൻ കവർ ചെയ്യുന്നത് എന്താണ് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ്, എന്താണ് കമ്പൈലർ ആൻഡ് ഇന്റർപ്രിറ്റർ, കോഡ് എങ്ങനെയാണ് ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇതിൽ OS ആൻഡ് CPU റോൾസ് എന്താണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് എഴുതാൻ ഈസിയായ ഭാഷയാണ്. പൈത്തൺ, ജാവ, ജാവാസ്ക്രിപ്റ്റ്, C++ തുടങ്ങി അനേകം ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. ഓരോ ലാംഗ്വേജസിന്റെയും ആവശ്യകത വ്യത്യസ്തമായിരിക്കും. ഇംഗ്ലീഷ് ഭാഷയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഭാഷയാണിവ. ലോ ലെവൽ ലാംഗ്വേജസ് മെഷീൻസിന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയാണ്. അസംബ്ലി ലാംഗ്വേജ്, ബൈനറി ലാംഗ്വേജ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. നമുക്ക് വായിച്ചു മനസ്സിലാക്കിയെടുക്കാനും ഓർത്തിരിക്കാനും അത്ര എളുപ്പമായിരിക്കത്തില്ല ഈ ലോ ലെവൽ ലാംഗ്വേജസ്. കമ്പൈലർ ആൻഡ് ഇന്റർപ്രിറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? കമ്പൈൽ എന്നാൽ സമാഹരിക്കുക എന്നും ഇന്റർപ്രിറ്റർ എന്നാൽ തർജ്ജമ അഥവാ വിവർത്തനം എന്നാണല്ലോ അർത്ഥം. കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റർ പ്രോഗ്രാംസ് ആണ് ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് അഥവാ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. കമ്പൈലർ മുഴുവൻ കോഡും ഒന്നിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇന്റർപ്രിറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സി, ജാവ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കമ്പൈലറിനെ യൂസ് ചെയ്യുമ്പോൾ പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്റർപ്രിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കമ്പൈലർ ഓർ ഇന്റർപ്രിറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. OS ആൻഡ് CPU കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. CPU ഹാർഡ്വെയർ ബ്രെയിൻ എന്നറിയപ്പെടുമ്പോൾ ആ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാം ഓർ സോഫ്റ്റ്വെയർ ബ്രെയിൻ ആണ് OS അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ്, iOS എന്നൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ. അതുപോലെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതാണ് വിൻഡോസ്, ലിനക്സ്, മാക് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. പ്രിന്റർ, മൗസ്, കീബോർഡ്, സ്പീക്കർ എന്നിങ്ങനെയുള്ള എല്ലാ ഹാർഡ്വെയർസും കണക്ട് ചെയ്തിരിക്കുന്നത് CPU ആയിട്ടാണ്. എന്നാൽ ഈ CPUവിന്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ആപ്പുകളും അഥവാ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും കണക്ട് ആകുന്നത് ഈ OSലേക്കാണ്. ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ അത് ആൻഡ്രോയിഡ് സപ്പോർട്ട് ആണോ ഓർ iOS സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറില്ലേ? ഒരു പ്രോഗ്രാം റൺ ആകുമ്പോൾ അതിന് പല ഹാർഡ്വെയർ പാർട്സും ആവശ്യമായി വരും. ഉദാഹരണത്തിന് ചിലത് മൈക്ക് ഓർ ക്യാമറ കണക്റ്റഡ് ആയിരിക്കണം, ചിലത് മെമ്മറിയിൽ സേവ് ചെയ്യേണ്ടി വരും. CPU അല്ലെങ്കിൽ പ്രൊസസ്സർ ആണ് പ്രോഗ്രാം റൺ ചെയ്യുന്നതും എല്ലാ ഹാർഡ്വെയർ പാർട്സിനോടും കണക്ട് ചെയ്യുന്നതും. ബട്ട് ഒരു പ്രോഗ്രാം എളുപ്പത്തിൽ റണ്ണാകാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, ഉദാഹരണത്തിന് മെമ്മറി ഫ്രീ ആക്കൽ, മൈക്ക് ഓർ ക്യാമറ അവൈലബിൾ ചെയ്യുക എന്നിവയൊക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. സോ CPU ഒരു വർക്കർ ആണെങ്കിൽ OSനെ മാനേജർ എന്ന് വിളിക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ജാപ്പാൻകാരനോട് ജാപ്പനീസ് അറിയാതെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മുടെ രണ്ടാളുകളുടെയും ഇടയിൽ നിന്ന് രണ്ടു ഭാഷകളും അറിയുന്ന ഒരു ട്രാൻസ്ലേറ്റർ രണ്ടാൾക്കും കാര്യങ്ങൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയോട് ഏറെ അടുത്തു നിൽക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജസിനെ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രിറ്ററിന്റെ സഹായത്തോടു കൂടി ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ കോഡിനെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.